ഹായ് എവരിബഡി. നല്ല ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്തുണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്ത് തോന്നി? എന്താ അഭിപ്രായം? എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഈ നാട്ടിലും ഈ ഭൂമിയിലൊക്കെ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം. എനിക്ക് പറ്റിയ പോലെയുള്ള വീഴ്ചകളൊന്നും നിങ്ങൾക്ക് പറ്റരുത്. അപ്പം പ്രതികരിക്കണം. ഒരു സംഭവം പിന്നത്തേക്ക് മാറ്റി വെക്കാൻ പാടില്ല. ഒരു തരത്തിൽ നമ്മൾ നാളെ ആവട്ടെ നാളെ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഞാനിപ്പോൾ എനിക്ക് 15-ാമത്തെ വയസ്സിലുണ്ടായ അനുഭവമെല്ലാം തിരിച്ചറിയാൻ ഞാൻ ഒരുപാട് വർഷങ്ങളെടുത്തു. തിരുത്താൻ പറ്റാത്ത കുറേ വർഷങ്ങൾ പോയി. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊന്നും നിങ്ങൾക്ക് വർഷങ്ങൾ നിങ്ങൾക്ക് പോവരുത്. വർഷം പോയിട്ട് നിങ്ങൾക്ക് മണിക്കൂർ പോവരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ സ്വന്തം അനുഭവം വേറെ ആളോട് പറഞ്ഞിട്ട് പിന്നെ അതിൽ ആരെങ്കിലും ഇതൊക്കെ മാനസികമാണ്, അല്ലെങ്കിൽ ഇവള് നമ്മളെ നാണം കെടുത്താനാണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും സന്തോഷമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ അവർക്ക് അങ്ങനെ ഒരു നാണക്കേട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കാര്യം. കൂടാതെ ഫസ്റ്റ് പ്രിഫറൻസ് എപ്പോഴും ടൈം വേസ്റ്റ് ആവരുത്, നമുക്ക് ഏൺ ചെയ്യാനുള്ള സമയം പോവരുത്. അല്ലെങ്കിൽ നമുക്ക് 20 വർഷം മുന്നേ മാസം 1000 രൂപ ഇട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു എമർജൻസിക്ക് ഇന്ന് എടുക്കായിരുന്നു, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ ബാങ്കിൽ ഇത്രയും പലിശ വരില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് തിരുത്താൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ കയറി വരും. അപ്പം അങ്ങനെ കയറി വരാൻ നിങ്ങൾക്ക് ഇനി ഇടവരണ്ടെന്ന് ഇനി എൻ്റെ മനസ്സിൽ എനിക്ക് വന്നു. അതേപോലെ എപ്പോഴും പ്രശ്നങ്ങളുള്ളവരാണ് എപ്പോഴും ഈ ജ്യോതിഷക്കാരടുത്ത് പോവുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കല്യാണം ജാതകം അങ്ങനെ നോക്കുന്നതല്ലാതെ എപ്പോഴും പ്രശ്നങ്ങളുള്ളവരായിരിക്കും പോവുക. എപ്പോഴും പ്രശ്നങ്ങളുള്ളവരായിരിക്കും ലോണിന് പോവുക. പ്രശ്നങ്ങളുള്ളവരായിരിക്കും കടം വാങ്ങാൻ പോവുക. പ്രശ്നങ്ങളുള്ളവരായിരിക്കും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക. പ്രശ്നങ്ങളുള്ളവരായിരിക്കും മറ്റുള്ളവരെ സഹിക്കുക. ഈ പ്രശ്നങ്ങളില്ലാത്തവർക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവർക്ക് ബാങ്കിൽ പോകേണ്ട ആവശ്യമില്ല, അവർക്ക് വേറെ ആളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, വേറെ ആൾ പറയുന്നത് കേൾക്കാനോ സഹിക്കാനോ നമ്മളെ ടൈം ഏതോ തണ്ടിയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വിനിയോഗിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പം നമ്മളെന്താക്കുക? നമ്മളെ ടൈം വേസ്റ്റാക്കാതെ, മറ്റൊരുത്തനെ സഹിക്കാതെ, മറ്റൊരുത്തിയെ സഹിക്കാതെ, കൂടപ്പിറപ്പുകളെ സഹിക്കാതെ, ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, ഏതവനും ആയിക്കോട്ടെ, ഉത്തരവാദിത്വമില്ലാത്ത, നമ്മളോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരുത്തനെയും സഹിക്കണ്ട. ഇന്നലെ ഞാൻ സ്പേസ് കൊടുക്കരുത് എന്നാണ് പറഞ്ഞത്. ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ സഹിക്കരുത്. ഒരു പരിധി വിട്ടിട്ടെന്നല്ല, ഒരു നിമിഷം പോലും സഹിക്കരുത്. എന്തെങ്കിലും ജോലി ചെയ്യുക, പൈസ ഉണ്ടാക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ പൈസ ഇല്ലാത്ത ആൾ ആരോട് പൈസ ചോദിച്ചാലും നമുക്ക് കിട്ടൂല. നേരെ മറിച്ച് നല്ല ബാങ്ക് ബാലൻസ് ഉള്ള ഒരാൾ ഒരു ATM കാർഡോ ക്രെഡിറ്റ് കാർഡോ മറന്നാൽ അവർക്ക് ടൗണിൽ പൈസ കൊടുക്കാൻ ആരെല്ലോ മത്സരിക്കും. വേണോ ഞാൻ തരട്ടാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇല്ലാത്ത ആളാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ കിട്ടൂല. നാണം കെട്ടത് ബാക്കി അവർ വേറെ ഒരാളോട് പറയും ചെയ്യും ചോദിച്ചിനേന്ന്. പിന്നെ തരാം, രാത്രി കാണുമോ എന്നും ചോദിക്കും. പല ടൈപ്പ് മിസ്യൂസിങ് ഉണ്ട്. മിസ്യൂസിങ്ങിൻ്റെ വേർഷൻ പല വേർഷനായിരിക്കും. അപ്പം നമ്മൾ ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. ഇപ്പം എൻ്റെ ലൈഫിൽ രാത്രി കാണുമെന്ന് ചോദിച്ചവരുണ്ട്, പൈസ തന്നാൽ കാണുമെന്ന് ചോദിച്ചവരുണ്ട്, ഒക്കെ ഉണ്ട്. ആ സമയത്ത് നമ്മളിങ്ങനെ ടെൻഷൻ അടിച്ച് പതറുന്നതിന് പകരം നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണാമെന്ന് പറയണം. വിളിച്ചു കൊണ്ടുവന്നിട്ട് തിളച്ച വെള്ളത്തിൽ മുളക് പൊടി കലക്കാത്ത നല്ല പതക്കുന്ന വെള്ളത്തിൽ
ഒഴിച്ചു കൊടുക്കുക. എങ്ങനെ പൊള്ളിയതെന്ന് അയാൾ ഹോസ്പിറ്റലിലും ഭാര്യയോടും മക്കളോടെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്തോട്ടെ. നമ്മളെ ടൈം വേസ്റ്റ് ആക്കണ്ട. ഒരിക്കലും പേടിച്ചിട്ട് കാണൂലെന്നൊന്നും പറയരുത്. പിന്നെ നമ്മളെ ബന്ധങ്ങളിൽ നമ്മളെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നമ്മൾ ഈ തകർന്ന് പതറി നാറി നിൽക്കുമ്പോൾ നമുക്ക് ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നമ്മളോട് പറയും, നീ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചു. പക്ഷെ വിളിച്ചാൽ തീർന്നു. രണ്ടാമത് പിന്നെ നമുക്ക് അവരെ വിളിക്കാൻ പറ്റില്ല. വിളിച്ചില്ലെങ്കിൽ നമുക്ക് എപ്പോഴൊരു പ്രതീക്ഷ ഉണ്ടാവും, അയ്യോ ആത്മഹത്യ ചെയ്യണ്ട, വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തീരെ ഗതികെട്ട വിളിക്കാം എന്നൊരു കോൺഫിഡൻസ് നമുക്ക് ലൈഫിലുണ്ടാവും. പക്ഷെ നമ്മളോട് അങ്ങനെ നീ ഒന്നും പേടിക്കണ്ട, വേറൊന്നും പ്രതീക്ഷിക്കാതെ നീ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്, അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചോന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ പറയുന്ന ആൾക്കാർ കുറവായിരിക്കും. എസ്പെഷ്യലി ലേഡീസിന്. അവരിങ്ങനെ ആരുമില്ലാണ്ട് കുട്ടികളെയും കൊണ്ട് അനാഥമായിട്ട് ജീവിക്കുന്നു. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് എത്ര വർഷം ജീവിച്ചാലും എങ്ങനെ ജീവിച്ചാലും ആളില്ലാതെ ജീവിക്കുന്ന സ്ത്രീകളോട് ബന്ധുക്കൾക്കും നാട്ടുകാർക്കും നേതാക്കന്മാർക്കും പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട്. ഇവർക്ക് ആവശ്യം പൈസയല്ല, ഇവർക്ക് ആവശ്യം മനസ്സമാധാനമല്ല, ഇവർക്ക് ആവശ്യം സേഫ്റ്റി അല്ല, ഇവർക്ക് ആവശ്യം സെക്സാണ് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. നമ്മളെ കൂടപ്പിറപ്പുകൾ നമ്മളെക്കുറിച്ച് അതാ വിചാരിക്കുന്നു. നമ്മളെ കൊണ്ട് വിറ്റവനും അതാ വിചാരിക്കുന്നു. നമ്മളെ അയൽവാസികളും ബന്ധുക്കളും നാട്ടുകാരും അതാ വിചാരിക്കുന്നു. അപ്പം നമ്മൾ അവരെ ആശ്രയിക്കാൻ പോവോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇവരെ സഹിക്കണം. ഇവർ ചെയ്യുന്നത് നമ്മൾ സഹിക്കണം. നമ്മൾ സഹിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് തൻ്റെ ഇടത്തോടെ ഏൺ ചെയ്ത് ജീവിച്ചേ പറ്റൂ. നമുക്ക് പൈസയാണ് ആവശ്യം, മനസ്സമാധാനമാണ് ആവശ്യം, കുട്ടികളെ സേഫ്റ്റിയാണ് ആവശ്യം, സ്വന്തമായിട്ടൊരു വീടോ നമുക്ക് ജീവിക്കാനുള്ളൊരു ഉപാധി നമ്മൾ സ്വയം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമ്പോൾ എപ്പോഴും നമ്മളെ നേരെ ഇവർ കാണുന്ന കണ്ണ് മറ്റൊരു രീതിയിലായിരിക്കും. ഇവൾക്ക് അതാണ് ആവശ്യം, ഇവൾക്ക് അതാണ് ആവശ്യം, അതിനാണ് ഇവൾ വൈകുന്നേരം പോകുന്നത്, അതിനാണ് ഇവൾ വേറെ ആളോട് സംസാരിക്കുന്നത്, അതിനാണ് ഇവൾ പൊട്ട് വെക്കുന്നത്, അതിനാണ് ഇവൾ ഡ്രസ്സ് ഇടുന്നത്, അതിനാണ് അവൾ ആ ആളെ കാണാൻ പോയത്, ഈ ആളെ കാണാൻ പോയത്. പിന്നെ വേറെ ഒന്നുണ്ട്, ഭാര്യൻ്റെ ഒക്കെ കൂടെ ജീവിക്കുന്ന മാന്യന്മാർ. ഒരാളോട് ഞാൻ ചോദിച്ചു, മതിയയ്ക്ക് വന്നു ജോലിയല്ലെന്ന്, വേറൊരു ജോലി ചെയ്യുന്ന ആളാണ്. ആ വന്നു. എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ പട്ടിണിയൊക്കെ കിടന്ന് ജീവിക്കുക? അതപ്പോൾ എനിക്കിട്ട് താങ്ങിയതാണ് മാന്യൻ. മാന്യന് ഭാര്യനുണ്ട്, മക്കളും ഉണ്ട്. അന്ന് ഞാൻ അവിടെ ഞങ്ങളുടെ കിണറിൽ വെള്ളം വറ്റിയപ്പോൾ വെള്ളം എടുക്കാൻ പോയതാണ്. ഒരു വാക്കും കൂടി പറഞ്ഞു തന്നിട്ട്, എന്നും ഇങ്ങോട്ട് വരണ്ട, വെള്ളം കുറവാണ്, ഞങ്ങൾക്കേ കുറവാണ്. ശരി. അപ്പോൾ ആളില്ലാത്തവരാവശ്യം ഇത് തന്നെയാണ്. മനസ്സിലായല്ലോ? അപ്പം ഇങ്ങനെ ആരെങ്കിലും ഇപ്പോഴും എനിക്ക് ബോധം വരുന്നതും യൂട്യൂബ് തുടങ്ങുന്നതും സംസാരിക്കാനിട വരുന്നതും നമ്മൾ അധ്വാനിക്കണമെന്ന് വിചാരിക്കുന്നതും പൈസ ഉണ്ടാക്കണമെന്ന് എല്ലാം നമ്മളെ കയ്യിൽ നിന്ന് പിടിവിട്ടതിന് ശേഷം വന്ന ബോധമല്ലേ. എല്ലാം പോയി സീറോ ആയി, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഫിനാൻഷ്യലി എല്ലാം തകർന്ന് തരിപ്പണം കെട്ടിയിട്ട് പിന്നെ നമ്മൾ അന്നങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ വട്ടാകുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ബോധം വരുന്നത്. നമ്മൾ രാത്രി കാണുമെന്ന് ചോദിച്ചാൽ കരയും. 100 രൂപ ചോദിക്കുമ്പോൾ രാത്രി കാണുമെന്ന് ചോദിച്ചാലും നമ്മൾ കരയും. റോഡിൽ ആരെങ്കിലും പോകുമ്പോൾ ചോദിച്ചാലും നമ്മൾ കരയും. നമ്മൾ വിളിച്ചുകൊണ്ടെന്ന് തിളച്ച വെള്ളം ഒഴിക്കണമെന്നില്ല ബോധം വരുന്നത് ഇപ്പോഴാണ്. തിളച്ച വെള്ളം ഒഴിക്കന്നെ വേണം. അതിന് വന്ന കേസോ അതിന് വരുന്ന അവരൊരിക്കലും നമ്മളാന്ന് ഒഴിച്ചു എന്ന് പറയില്ല.
പറയുമോ? വെറുതെ ഒരാൾ ഒഴിക്കൂ? അതിന് രാത്രി വരുമോ? വരണം, നിങ്ങൾ എന്തായാലും വരണം എന്ന് പറയണം. എവിടെയെന്ന് വെച്ചാൽ കൃത്യമായ സ്ഥലവും സമയവും പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് നടുക്കുന്ന് വെട്ടി തിളക്കുന്ന വെള്ളം, അതിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇട്ട് തിളപ്പിച്ച് സിമ്മിൽ വെച്ച് മൂടി വെച്ചതിന് ശേഷമായിരിക്കണം പോയി വിളിച്ചുകൊണ്ടുവരാം ഗേറ്റിൻ്റെ അടുത്തുനിന്ന്. എന്തിനാ നമ്മൾ അവരെ അങ്ങനെ കഷ്ടപ്പെടുത്താനൊന്നും പാടില്ല. കൈ പിടിച്ച് കൊണ്ടുവരാം, എന്നിട്ട് വീട്ടിലേക്ക് വിളിക്കുക. പിന്നെ വീട്ടിലുള്ളവരോട് പറഞ്ഞു വെക്കും വേണം. അങ്ങനെ കൂക്കാനും ബഹളം വെക്കാനൊന്നും പാടില്ല. ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ്സിലാണ് വിളിക്കുന്നതെന്ന്. ഇല്ലെങ്കിൽ ഈ തെണ്ടികൾ വേറെ തരത്തിൽ വ്യാഖ്യാനിച്ചിട്ട് ദ്രോഹിക്കും. ഒന്നും നടക്കില്ല, നമ്മളെ പ്ലാനെല്ലാം പൊട്ടിപ്പോവും. അപ്പം അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, വീട്ടിലേക്കൊന്നും വിളിക്കണ്ട. നമ്മൾ ഇപ്പം എന്നോടൊരാൾ എവിടെ കാണുക എന്ന് വെച്ചാൽ, എനിക്ക് ഇതാ നമ്മളെ പശുവിനെ കെട്ടുന്ന ആ തൊഴുത്തിലേക്ക് വന്നോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിളിക്കാനില്ല തൻ്റെ ഇടം വേണം നിങ്ങൾക്ക്. എന്നിട്ട് വെള്ളം ഒഴിക്കുന്നില്ല, അടിച്ച മുത്തി കലക്ക, ചെരുപ്പ് ഊരി കൊടുക്കുക, അല്ലെങ്കിൽ വല്ല വാരി കഷ്ണത്തിൽ ആണി തറക്കാം, എന്നിട്ട് അടിച്ച് പറിക്കാം. എന്നിട്ട് പറയാ പോയിക്കോന്ന്. നേരം ചോദിക്കുക ഇങ്ങോട്ട് ദ്രോഹിക്കൂലേന്നു. അങ്ങനെയൊന്നും അന്ന് കൂട്ടുകണ്ടതിക്കൽ കൊടുത്ത് ചള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും ഇവനൊന്നും തോന്നുന്നൊന്നുമില്ല. കേട്ടല്ലോ? ഇപ്പോഴും ഞാൻ 30 വർഷം മുന്നേ സഹിച്ചത് ഇപ്പോഴാരെങ്കിലും സഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സഹിക്കരുത്. വീട്ടുകാരോ നാട്ടുകാരോ ബന്ധുക്കളോ കൂടപ്പറപ്പിനോ സംബന്ധക്കാരോ അച്ഛനോ അമ്മേനോ ഭർത്താവിനോ ഒന്നും സഹിക്കാൻ പാടില്ല. ആർക്ക് വേണ്ടി സഹിക്കണം? നമ്മളെ മനസ്സും ശരീരവും തലയും മൈഗ്രെയിനും വന്ന് നമ്മൾ നശിച്ച് നമ്മളെ ജീവിതം പോയി നമ്മൾ വേസ്റ്റ് ആവുന്നതല്ലാതെ ഒരാൾ പോലും ഉണ്ടാവില്ല. നമ്മൾ ഒരുത്തം വീട്ടിൽ കയറി വരുമ്പോൾ, ഒരാൾ റോഡെന്ന് പറയുമ്പോൾ, ഒരു ബന്ധുക്കൾ കയറി വരുമ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കാനും ചോറുണ്ടാക്കി കൊടുക്കാനും ഈ എൻ്റെ ജീവിതം നശിപ്പിച്ച തേണ്ടി വരുമ്പോൾ അവന് കക്കൂസിൽ വെള്ളം കൊടുക്കാനും അവന് കുളിക്കാൻ വെള്ളം വെക്കാനും അവൻ്റെ അണ്ടർവെയറും തോർത്തും എടുത്തിട്ട് പുറത്ത് അയലിൽ കൊണ്ടുപോയിടാനൊന്നും ഒരിക്കലും അങ്ങനത്തെ ഇന്ന് ഒരാൾ നിന്നിട്ട് വേറൊരുത്തന്നെ സഹിക്കാനോ അവരവരെ ടൈം കളയാനൊന്നും പാടില്ല. നമുക്ക് ഒരുപാട് ടൈം, വിലപ്പെട്ട ടൈമാണ് നമുക്കിപ്പോൾ ഉള്ളത്. നമുക്ക് മനസ്സിനോ ശരീരത്തിനെല്ലാം ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് ബയോളജിക്കലി ഫിസിക്കലി മെൻ്റലി എല്ലാം നമുക്ക് കഴിയാതെ ആയിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം തട്ടുന്നതിന് മുന്നേ നമ്മൾ പൈസ ഉണ്ടാക്കി വെക്കണം. പൈസ ഉണ്ടാക്കി വെച്ചാൽ നമുക്കൊരു വല്ലാത്ത കോൺഫിഡൻസാണ്. നമുക്കിപ്പോൾ വാടകയ്ക്ക് പോകണം എന്ന് തോന്നി, അപ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമ്മൾ എന്താക്കും? പൈസ ആവട്ടെ. നേരെ മറിച്ച് നമുക്കൊരു പൈസ വാടകയ്ക്ക് പോകേണ്ടത്, റെൻറ്റിന് പോകാനുള്ള പൈസ നമ്മൾ കയ്യിലുണ്ടെന്ന് വെച്ചോ, അപ്പം നമ്മൾ വിചാരിക്കും കുറച്ചും കൂടി പൈസയായി അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി എല്ലാം സഹിച്ച് നിന്നതിന് ശേഷം പോവാം എന്നുള്ള ധൈര്യം കിട്ടും. അല്ലെങ്കിൽ നമ്മൾ നാളെ തന്നെ ചിലപ്പോൾ കെട്ടി തൂങ്ങോ, നാട് വിടുമോ, വിഷം കഴിക്കുമോ, മക്കളെയും കൊന്നിട്ട് ചാവുമോ, കിണറുത്തുള്ള ഇതെല്ലാം തോന്നിയ ആളാണ്. ഏറ്റവും കൂടുതൽ അങ്ങനെ തോന്നിയ ഒരാളാണ് ഞാൻ. പ്രസവിച്ചു എന്നില്ലേൽ ഈ ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ കുറ്റബോധവും ദുഃഖവും തോന്നിയ ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം ഞാൻ മറ്റുള്ളവർ പറയുന്ന പോലെ കേട്ടു, അതിനുള്ള വിവരം ഉണ്ടായിരുന്നില്ല, പ്രായം ഉണ്ടായിരുന്നില്ല, പക്വത ഉണ്ടായിരുന്നില്ല. അനാവശ്യമായിട്ട് മറ്റുള്ളവർക്ക് അവർ പറയുന്നത് ഞാൻ കേട്ടു, ഞാൻ സഹിച്ചു. വീട്ടിൽ മറ്റുള്ളവർ കയറി വരുന്നതും അവർ നമ്മളാട്ടുന്നതും തുപ്പുന്നതും അടികൂടുന്നതും അവരെ പഴയ ഡ്രസ്സ് എടുക്കാനും അവർ വല്ലപ്പോഴും കൊടുക്കുന്ന പൈസയും ഇതെല്ലാം അനുഭവിച്ച് അവരെല്ലാം സഹിച്ചു. ആ സഹിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറ്റബോധം. ആ സഹിക്കാനിട വന്നത് എൻ്റെ വിവരക്കേടിന് പറ്റിപ്പോയതിൻ്റെ അനന്തരഫലമായിരുന്നു. അപ്പം പിന്നെ നമുക്ക് സഹിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് അന്ന് ഇങ്ങനെ ഒരു വീഡിയോ കാണാനോ യൂട്യൂബോ ഫോണോ അല്ലെങ്കിൽ സഹായിക്കാമെന്ന് പറയുന്നൊരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ നമ്മളൊരു 100 രൂപ ചോദിക്കുമ്പം പിന്നെ രാത്രി കാണുമെന്ന് ചോദിക്കുമ്പം
അവൻ്റെ പേരിൽ കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ പച്ചക്ക് പരസ്യമായിട്ട് പറയാനോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ 2 പൊട്ടിച്ചിട്ട് നാറ്റിക്കാനോ ഒന്നുമില്ല, വിവരമില്ല. പറ്റിപ്പോയതാണ്. വിവരം വേണ്ടേ? വിവരമായതിന് ശേഷം ജോലി സ്ഥലത്ത് ദ്രോഹിച്ചപ്പോൾ ഞാൻ സ്വയം പ്രതിരോധിച്ചു. ഞാൻ ഗേറ്റിന് വെളിയിലിരുന്നു, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലിരുന്നു. തളിപ്പറമ്പ് പോലീസ് കേസ് എടുക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കേസ് എടുപ്പിച്ചു. മറ്റൊരു പരാതി, ആ ആളെന്നെ വീണ്ടും വന്ന് ദ്രോഹിച്ചു കൊടുത്ത പരാതി അവരെടുത്തില്ല. എന്നിട്ട് എനിക്കെതിരെ ഇപ്പോൾ ഒരു കള്ളക്കേസ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാനത് പോരാടും. ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വസിച്ചിട്ട് പോരാടും. അപ്പം ഞാൻ 20 വർഷം മുന്നേ ആണെങ്കിൽ എന്നെ ഒരാൾ ദ്രോഹിച്ചാൽ ഞാൻ പരാതി കൊടുക്കാൻ പോവില്ല. ഞാൻ വീട്ടിൽ നിന്ന് കരയും. 10-20 വർഷമായിട്ട് ഇത് സഹിച്ച് പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക തന്നെ വേണം. നമ്മൾ സഹിക്കണ്ടെന്നില്ല ബോധ്യമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു? ജോലി സ്ഥലത്ത് നിന്ന് ആക്രമിച്ചപ്പോൾ എനിക്കെതിരെ സെക്ഷുവൽ ഹരാസ്മെൻറ്റ് ചുമരിന് എഴുതി വെച്ചപ്പോൾ ഞാൻ അന്തസ്സായിട്ട് ഒരു പുല്ലനെയും പേടിക്കാതെ, അവിടെയില്ല ഒരു നേതാക്കന്മാരെയും പേടിക്കാതെ, കൂടെ ജോലി ചെയ്യുന്നവരെയും പേടിക്കാതെ, ഇവരെല്ലാം എന്ത് വിചാരിക്കുന്നതോ പേടിക്കാതെ, ഇവരെന്നോട് മിണ്ടിയില്ലെങ്കിൽ ഒരു പുല്ലുമില്ല, ഇവരെനിക്കെതിരെ ഒപ്പിട്ടാലും ഒരു പുല്ലുമില്ല, ഇവരെന്നെ നിങ്ങളെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാന്ന് ചോദിച്ച് വിളിച്ചില്ലെങ്കിലും ഒരു പുല്ലുമില്ല, എല്ലാം നായ്ത്തീട്ടത്തിന് തുല്യം. ഒപ്പിട്ട് കൊടുത്തവരെല്ലാം പട്ടിക്കാട്ടം. എന്നെ 10-15 വർഷം കൂടെ ജോലി ചെയ്തവർ എന്തായി എന്ന് ചോദിച്ച് വിളിക്കാത്തവരെല്ലാം പട്ടിക്കാട്ടം. ഞാൻ വിജയിച്ച സ്ത്രീ. എൻ്റെ കൂടെ വളരെ വിരലിലുണ്ടാവുന്നവർ ഞാൻ ഗേറ്റിനിരുന്നപ്പോൾ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ച് വന്നിട്ടുണ്ട്. അവർക്കൊരു സ്ഥാനമുണ്ട് അന്നും ഇന്നും. അല്ലാത്തവരെല്ലാം നായത്തീട്ടം. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡ് ആൻഡ് ഹാപ്പി. അതാണ്. എന്നെ ആരും വിളിച്ചില്ല, എനിക്കെതിരെ എല്ലാവരും ഒപ്പിട്ടു. ഞാൻ ഗേറ്റിന് പോയിരുന്നപ്പോൾ ഞാനൊരു പരിഹാസ കഥാപാത്രമായോ? ഒന്നും എനിക്കില്ല. എൻ്റെ മനസ്സിൽ ലക്ഷ്യം എന്നെ അപമാനിച്ചവനെതിരെ കേസെടുക്കുക. അതെത്ര മാസം കിടന്നാലും, എത്ര വെയിലത്ത് കിടന്നാലും, എത്ര മഴയത്ത് കിടന്നാലും, ഈ ഭൂമിയിൽ ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അപ്പുറത്ത് നടന്നത് തെറ്റാണ്, ഹരാസ്മെൻ്റാണെന്ന് അറിഞ്ഞാൽ നമുക്ക് പ്രതികരിക്കാം. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രതികരിക്കാം. ആരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മൾ ഇനി ഏത് തരത്തിൽ മുദ്ര കുത്തിയാലും നമുക്കിനി മറ്റേ പണിയാണ്, അവൾ മറ്റേനെയാണ്, അവൾ അവനെ പറ്റിച്ചതാണ്, അവൾ അവൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിയിട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അവളെ ദ്രോഹിച്ചവൻ വെറുതെ എഴുതിയിടും. ഇങ്ങനെ ഇവരൊരുപാട് ആഘോഷങ്ങൾ അപ്പുറത്തിങ്ങനെ പൂരത്തിൻ്റെ വെടിക്കെട്ട് പൊട്ടിക്കും. നമ്മൾ ഗേറ്റിനിരിക്കുമ്പം നമ്മൾ ഇങ്ങനെ ഒന്ന് കുരക്കുന്നുണ്ട് കുറച്ച് ടീം അപ്പുറത്തുനിന്ന്. അവർ ചിലപ്പോൾ നമ്മൾ ഗേറ്റിനിരിക്കുമ്പം പ്രതീൻ്റെ കൂടെ കേക്ക് മുറിക്കും, പ്രതീൻ്റെ കൂടെ ചായ കുടിക്കും, പ്രതീൻ്റെ ചുമലിൽ കൈയിട്ട് ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും. ഇവർ പല വൃത്തികേടും ചെയ്യും. എന്തിന്? നമ്മളെ തളർത്താൻ. പക്ഷെ നമ്മളെ മനസ്സിൽ ഇവർക്ക് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു പുല്ല് സ്പേസും ഇല്ല. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഈ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്തിനു വരെ സഹിക്കണം? ഒരുത്തനെയും സഹിക്കണ്ട. സഹിക്കൽ എന്ന് പറയുന്നത് നമ്മളെ ഡിക്ഷണറിയിൽ വേണ്ട. സഹിക്കണം. എന്താന്ന്? നമ്മളെ ജീവിതത്തിൽ ഏൺ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ വിവരക്കേടിനോ നമ്മളെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റിനോ വന്ന് സംഭവിച്ചതിനെ അതൊന്ന് തിരുത്തിക്കൊണ്ടുവരാൻ നമ്മൾ സഫർ ചെയ്യണം. അവരെ നല്ല നിലയിലെത്തിക്കാൻ നമ്മൾ സഫർ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ടോ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറ്റിയിട്ടുണ്ട്, അത് സോറി, ഇനി റിപ്പീറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞ് അങ്ങനെ നമുക്ക് ആ ഒരാളെ നമ്മൾ ആ സമയത്തേക്ക് സഹിച്ചിട്ട് നമ്മൾ തെറ്റേറ്റ് പറയുക. അങ്ങനെയൊക്കെ നമ്മൾ സഹിക്കണം. അല്ലാതെ നമ്മളെ നേരെ ഒന്നും ഇങ്ങനെ നമ്മൾ കേൾക്കാണ്ട് അവർ പലതും പറഞ്ഞോട്ടെ, അത് നമ്മളെ മൈൻഡ് ചെയ്യണ്ട. നമ്മൾ കേൾക്കുന്ന വിധത്തിൽ നമ്മളെ നേരെ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന വിധത്തിൽ നമ്മളെ നേരെ വന്ന് കയറുമ്പോൾ നമ്മൾ സഹിക്കണം.
നിങ്ങളിപ്പോൾ ആരെങ്കിലും പ്രൈവറ്റ് ജോലി സ്ഥലത്ത് എന്നോട് ഈ തുണിക്കടയിലുള്ളവർ പല അനുഭവവും പറഞ്ഞിട്ടുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ സഹിക്കരുത്. നിങ്ങൾ സഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള സന്തോഷം ഉണ്ടാവില്ല, ജോലി ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് വേറെ പല അസുഖവും വരും. നിങ്ങൾ ഈ ഫ്രസ്ട്രേഷൻ, ഈ ടെൻഷൻ, ഈ ഒരു അസ്വസ്ഥത നിങ്ങളെ മക്കളോട് എടുക്കും. നമ്മൾ സഹിക്കുന്നതിനനുസരിച്ച് ബാധിക്കുന്നത് നമ്മളെ വേണ്ടപ്പെട്ടവരായിരിക്കും. ഇപ്പം ഞാൻ സഹിച്ചത് മുഴുവൻ ബാധിച്ചത് എൻ്റെ മക്കളെയാണ്. ഈ എന്നെ വിറ്റ തെണ്ടിയും എൻ്റെ കൂടപ്പറപ്പുകളും ഇവിടുത്തെ സംബന്ധക്കാരും എൻ്റെ പ്രസവിച്ച അമ്മയും എൻ്റെ ചുറ്റുപാടും എൻ്റെ ബന്ധുക്കളും എന്നെ ദ്രോഹിച്ച എല്ലാവരും ചെയ്തപ്പോൾ ഞാൻ സഹിച്ച് കരഞ്ഞ് തളർന്നിരുന്നപ്പോൾ അത് മൊത്തത്തിൽ ബാധിച്ചത് ഒരു തെറ്റും ചെയ്യാത്ത വളരുന്ന എൻ്റെ സ്വന്തം മക്കളായിരുന്നു. അതിൻ്റെ ഇര, അതിൻ്റെ മൂകമായ കണ്ണീര് അവരായിരുന്നു. ഞാൻ അന്ന് ഇതൊന്നും ഞാൻ സഹിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞ് അവരെയും കൊണ്ട് ഇറങ്ങാനുള്ള സാമ്പത്തികവും എൻ്റെ കയ്യിലില്ല, ആളുമില്ല. അപ്പം ഞാൻ സഹിച്ചത് മുഴുവൻ ഞാൻ സഹിച്ചു, ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ 10 ഇരട്ടി ബാധിച്ചത് വളരുന്ന ആ 2 മക്കളുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കൊള്ളാത്ത ഒരുത്തൻ്റെ കൂടെ ആരെങ്കിലും വിറ്റിട്ടോ താല്പര്യമില്ലാണ്ടോ പോയി കഴിഞ്ഞാൽ പ്രസവിക്കാൻ നിൽക്കരുത്. ഇൻ കേസ് പ്രസവിച്ചു, കുഞ്ഞുങ്ങളുണ്ടായി, അവരെ നമ്മൾ സ്വന്തം അധ്വാനിച്ച് സ്വന്തമായിട്ടൊരു സ്പേസ് കണ്ട് ഒരാളും സഹിക്കാതെ വളർത്തിയെടുക്കാം. ഒരു കാരണവശാലും എത്ര സ്നേഹമുള്ളവരതായാലും, അച്ഛൻ്റെതായാലും അമ്മേൻ്റെതായാലും ലോകത്താരതായാലും എത്ര സ്നേഹിച്ചിട്ട് നമ്മളെ നേർക്ക് നീട്ടുന്ന ഔദാര്യം നമ്മൾ കൈപ്പറ്റരുത്. അതേതെങ്കിലും കാലത്ത് നമുക്ക് തിരിച്ചു വരും. എനിക്കിപ്പോൾ ഒരു വളരെ ചെറുതാകുമ്പോഴേ ഞാനാന്ന് നോക്കിനിന്ന് ഒരിക്കലും പറയാൻ പറ്റുന്നില്ല. അതിൻ്റെ അനന്തരഫലമാണ് ഞാൻ അനുഭവിക്കുന്നത്. എൻ്റെ മോളോട് എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ഞങ്ങളാണ് തീട്ടം കോരിയത് എന്ന് മുഖത്ത് നോക്കി പറയുന്നു. നമ്മൾ അതിനൊരിക്കലും നിന്നു കൊടുക്കരുത്. നമ്മളപ്പം വേറൊരു സ്ഥലം കണ്ടെത്തണം. ഇതുമാതിരി നാളെ വിളിച്ച് പറയാൻ ഇതുമാതിരി ചെറ്റകളെ സഹിക്കരുത്. നമ്മൾ ചെറ്റകളെ സഹിക്കരുത്, മനുഷ്യത്വമില്ലാത്തവരെ സഹിക്കരുത്. സ്നേഹവും മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഒരിക്കലും ചെയ്തത് പിന്നെ വിളിച്ച് പറയില്ല. എനിക്ക് നല്ല ആഹാരം കൊടുക്കാൻ പറ്റിയില്ല, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നിങ്ങനെ എല്ലാവരും ഭയങ്കരമായിട്ട് വീഡിയോയിലും അല്ലാതെ ഈ കുട്ടിക്ക് വെള്ളവും ഫുഡൊക്കെ എടുത്ത് യാത്രയെല്ലാം ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കാണ്. കാരണം ഞാനങ്ങനെ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ അങ്ങനെയൊന്നും ഞാൻ വെള്ളമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ അവർ ദാഹിക്കുമ്പം പറയാൻ പറ്റാതിരുന്ന ആ ഒരു അവസ്ഥയെല്ലാം ആലോചിച്ചിട്ടങ്ങ് ഈ പഴയ ഒരു ആൽബത്തിൽ മോനിങ്ങനെ വാടി തളർന്നിട്ടുണ്ട്. അപ്പം യാത്രയിൽ വെള്ളം എടുത്ത് കുട്ടിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ പഴം എന്തെങ്കിലും കരുതി ഇവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ചില ആളിങ്ങനെ വല്ലാണ്ട് കരുതി ബാഗും വെള്ളവും പിന്നെ ഡ്രസ്സും എല്ലാം മാറ്റിയിടാനും എല്ലാം എടുത്തിങ്ങനെ കൊണ്ട് നടക്കുന്ന കാണുമ്പോൾ ഞാനങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് തളരും. കാരണം ഈ 1-2 വയസ്സുള്ള കുട്ടിക്ക് ഇപ്പം ദാഹിക്കുന്നതൊന്നും പറയാനറിയില്ലല്ലോ. അതൊരവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇവരെ പഠിപ്പിക്കൂല, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കൂല, കുളിപ്പിക്കൂല, ആരെങ്കിലും ചെയ്യും. അതല്ലല്ലോ എൻ്റെ ഉത്തരവാദിത്വം. എനിക്ക് എൻ്റെ ഉത്തരവാദിത്വം അറിയില്ല. മറ്റുള്ളവരെ സഹിച്ച് ജീവിക്കുമ്പോൾ അങ്ങനെ വേണ്ടി വന്നു. സഹിച്ച് ജീവിച്ചത് കൊണ്ട് വേണ്ടി വന്നതാണ്, അല്ലെങ്കിൽ വേണ്ടി വരില്ല.
അതുകൊണ്ട് ഞാനൊരു റിക്വസ്റ്റായിട്ട് പറയുന്നു, ഇപ്പം ആരെങ്കിലും കുഞ്ഞു മക്കളുമായിട്ട് ജീവിക്കുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ജോലി ചെയ്യണം, കുട്ടികളെ നോക്കണം, അവരെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളെല്ലാം നമ്മൾ പറ്റുന്നത്ര മീൻസ് പറയുന്നതെല്ലാം കേൾക്കണം എന്ന് അതല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസം, സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എന്താണ് നെഗറ്റീവ്, എന്താണ് പോസിറ്റീവ്, എങ്ങനെ ഏൺ ചെയ്യണം, എങ്ങനെ സെൽഫായിട്ട് നിൽക്കണം, അതേപോലെ സ്നേഹം കൊടുക്കുക. ഇല്ല അവരെ സ്നേഹത്തിന് വേണ്ടിയിട്ടെങ്കിൽ ആരെങ്കിലും കൂടെ പോവും. നമ്മൾ മാക്സിമം സ്നേഹം കൊടുക്കുക. ഈ മറ്റ് ഈ വേസ്റ്റുകൾക്ക്, വീട്ടിലെ മറ്റ് വേസ്റ്റുകൾക്ക്, അതായത് കല്യാണം കഴിച്ച് വന്നവർക്ക്, കൂടപ്പറപ്പുകൾക്ക്, ബന്ധുക്കൾക്ക് ഒന്നും ഇട്ട് കൊടുക്കരുത്. അവർക്കൊരു പൊട്ടി പോലെ നമ്മളെ മക്കളെ നമ്മളെ മുന്നിൽ നിന്ന് ചീത്ത പറയാനൊന്നും നമ്മൾ സ്പേസ് കൊടുക്കരുത്. എൻ്റെ മക്കളെല്ലാം ആട്ടി തുപ്പുന്നത് ഞാൻ കേട്ടോണ്ടിരുന്നിട്ടുണ്ട്. അതൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഡിപ്രഷൻ വരും. അതുകൊണ്ട് നിങ്ങൾ 20 വർഷം കഴിഞ്ഞ് ദുഃഖിക്കാൻ ഇടവരരുത്. ഒരു തെണ്ടീനും വീട്ടിലേക്ക് അടുപ്പിക്കരുത്. പോന്ന് പറയേണ്ട ആളോട് പോന്ന് തന്നെ പറയണം. പോടാ പോടാ പോടാന്ന് പറഞ്ഞേ പറ്റൂ. ഒരു തെണ്ടിനും സഹിക്കരുത്. നിന്നെ എനിക്ക് സഹിക്കാൻ താല്പര്യമില്ല. അത് എത്ര വലിയ ആളോടായാലും താല്പര്യമില്ല, പോടാന്ന് പറയണം. എൻ്റെ മക്കളെ നിങ്ങൾ പറയണ്ട, നിങ്ങൾ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറയാനില്ല. തൻ്റെ ഇടം വേണം. അതിന് നിങ്ങൾ അധ്വാനിക്കണം, ജോലി ചെയ്യണം, സ്വന്തമായിട്ട് താമസിക്കുന്ന സ്ഥലം സേഫ് അല്ലെങ്കിൽ സേഫായ മറ്റൊരു സ്ഥലം കണ്ടെത്തണം. ജോലി ചെയ്താൽ പറ്റും. പിന്നെ ഏതെങ്കിലും ഒരുത്തനെ നമ്മളിപ്പം ഭർത്താവില്ലാത്ത ആളാകുമ്പം അയാൾ വിചാരിക്കും അവൾ കുട്ടികളുടെ കാര്യത്തിനോ വീടിനോ സ്വന്തമായിട്ട് സെൽഫായിട്ട് ഏൺ ചെയ്യാനോ താമസിക്കാനോ ഒന്നും അല്ല വരുന്നത്. എൻ്റെ അടുത്ത് വന്നതോളം മറ്റേ ആവശ്യം കൊണ്ടാണ്. കാരണം അയാൾ അങ്ങനെ ചിന്തിക്കൂ. നമുക്കതൊന്നും ആയിരിക്കുമല്ലോ നമ്മളെ ആവശ്യം. നമ്മളെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് വന്നവരും ചിന്തിക്കൽ അതുതന്നെയാണ്, നമുക്ക് മറ്റേ ആവശ്യമാണ്. വിറ്റവരും ചിന്തിക്കൽ മറ്റേ ആവശ്യമാണ്. അതുകൊണ്ട് ഈ മറ്റേ ആവശ്യം എന്ന് ചിന്തിക്കുന്നവരൊന്നും ആശ്രയിക്കാൻ നമ്മളും പോണ്ട. നമ്മൾ പോയാലല്ലേ അവർ ചിന്തിക്കുന്ന, അല്ലാതെ ചിന്തിച്ചോട്ടെ, അവർ പുല്ല് ഏടുന്നെങ്കിലും എന്തെങ്കിലും ചിന്തിച്ചോട്ടെ, അത് നമ്മളെ ബാധിക്കൂല. നമ്മൾ ആശ്രയിക്കാൻ പോയാലേ നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് കൂടപ്പറപ്പുകൾ കെട്ടിക്കൊണ്ടുവന്നവരെയോ അല്ലെങ്കിൽ അവരെ മക്കളെയോ അല്ലെങ്കിൽ നമ്മൾ ദ്രോഹിച്ചവരെ മക്കളെയോ അല്ലെങ്കിൽ ശല്യം ചെയ്യുന്ന പരിഹസിക്കുന്ന നാട്ടുകാരെയോ ഒന്നും മൈൻഡാക്കാതെ നമ്മളെ കുട്ടിക്ക് നമുക്ക് സ്വന്തമായിട്ട് ഈ 3 ആൾക്ക് മാത്രം, ആ 3 ആളെ സർക്കിളിൽ മാത്രം എങ്ങനെ ഒരു ഹാപ്പി മൂഡ് ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാം, അവർക്ക് നല്ല രീതിയിലൊരു ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും അവരാക്കിയെടുക്കാൻ മാത്രം എയിം ചെയ്ത് അതിൻ്റെ ഇടയിൽ ആർക്കും ദോഷമില്ലാത്ത വിധത്തിൽ നിങ്ങളെ കാര്യമൊക്കെ നോക്കി കുറച്ചൊക്കെ സന്തോഷിക്കും വേണം, കുറച്ചൊക്കെ എൻജോയ് ചെയ്യും വേണം. കുറച്ച് ഇവർ പറയുന്ന മറ്റേ ആവശ്യമാണെങ്കിൽ ആ മറ്റേ ആവശ്യത്തിനും നിങ്ങൾ സമയം കണ്ടെത്തണം. കാരണം കഴിഞ്ഞു പോയ ദിവസമൊന്നും പിന്നെ കിട്ടൂല. താല്പര്യമില്ല ഇവരോട്. പൊടാ പുല്ലേ പട്ടി പുറത്ത് എന്ന് പറയാനുള്ള ആർജവത്തോടു കൂടി ഇരിക്കണം. അല്ലാതെ കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും കുറ്റബോധത്തോടെയൊന്നും ഇതുപോലെ 25 വർഷത്തിന് ശേഷം ഒന്നിനും കാര്യമില്ലേ. ആ സമയത്തെ ചിന്തിക്കണം. എന്നാണോ നമ്മൾ ആരുമില്ലാന്ന് എന്നാണോ ഫീൽ ചെയ്യുന്നത് അന്ന് തന്നെ തുടങ്ങണം. അല്ലാണ്ട് എന്നെപ്പോലെ 20 വർഷത്തിന് ശേഷം ഇതുപോലെ സങ്കടപ്പെടാനോ വീഡിയോ ഇടാനോ ഒന്നും അല്ല ഉപദേശിക്കുന്നത്. എന്നാണോ പരാജയം മണത്തത്, എന്നാണോ ഒറ്റപ്പെടൽ മണത്തത്, എന്നാണോ ആക്രമണം മണത്തത്, എന്നാണോ നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്കൊരു സ്മെല്ല് കിട്ടുന്നു, ഒരു സ്മെല്ല് കിട്ടുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. നമ്മളെ സന്തോഷവും നമ്മളെ വിവരക്കേട് കാരണം നമ്മളെ ലൈഫിൽ വന്ന അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരുത്തി കൊണ്ടുപോകാൻ ഓൺ ദി സ്പോട്ടിൽ ഫിനാൻഷ്യലി ഫസ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഒരു സെൽഫ് സ്പേസ് കണ്ടെത്താം. അതിൻ്റെ കൂടെ അല്ലറ ചില്ലറയെല്ലാം സമ്പാദിച്ചിട്ടും ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടി
മുന്നോട്ട് വന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി മൂഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കാനും പിന്നെ ഒരാളെയും സഹിക്കാതിരിക്കാനും ഒരാൾക്കും സ്പേസ് കൊടുക്കാതിരിക്കാനും എത്ര വലിയ കൊല കൊമ്പനായാലും പുല്ലേന്ന് പറയാനും ആർജിച്ചെടുക്കണം നമ്മൾ. ഇപ്പോഴല്ലേ, ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെയല്ല. ഇപ്പം ഞാൻ മുന്നേ അനുഭവിച്ച സ്റ്റേജിലാണ് നിങ്ങളെങ്കിൽ, ഇനി അല്ല 10 വർഷം വൈകിയോ 20 വർഷം വൈകിയോ അവിടെ നിന്ന് അങ്ങ് തുടങ്ങിക്കും. സ്റ്റാർട്ട്.